ഓം ശ്രീ ഗുരുഭ്യോ നമ. എല്ലാ യോഗ പ്രേമികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് യോഗ അലയൻസ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റോടുകൂടി ശ്രീ ഗുരു യോഗ വിദ്യാഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ബേസായിട്ട് ഇത്തരം വിഷയങ്ങളോട് താല്പര്യമുള്ളവർ ആദ്യം എടുക്കേണ്ടത് ഒരു യോഗ ടീച്ചർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റാണ്. അത് പ്രധാനമായും ഏതെങ്കിലും ഗുരു പരമ്പരകളിൽ പഠിച്ചിട്ടുള്ള ഒരു മാഷയുടെ അടുത്താണെങ്കിൽ നമുക്ക് 4 ആളുകളോട് അടുത്ത് പറയുമ്പോൾ നമുക്ക് ഏത് പരമ്പരയിലുള്ളവരുടെ അടുത്താണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ആളുടെ അടുത്താണ് പഠിച്ചത്, ഇന്ന ഗുരു സമ്പ്രദായത്തിലുള്ളവരുടെ കൂടെയാണ് പഠിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഡോക്ടറൊക്കെ ആകുമ്പോൾ ഒരു ബേസിക് MBBS എടുത്ത് അതിനുശേഷം PNT ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള കാർഡിയാക്കോ ഗൈനക്കോ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ പല പല വിഷയങ്ങളിൽ ഉപരിപഠനമായിട്ട് നിൽക്കുന്ന പല ഡോക്ടർമാരെ നമുക്കറിയാം. അതുപോലെ ഓരോ വിഷയങ്ങളിലും ബേസിക് ആയിട്ടുള്ളൊരു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം അതിലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് കൂടുതൽ ആഴത്തിലിറങ്ങി പഠിച്ച് അത് പ്രാവർത്തികമാക്കി പരിശീലിപ്പിക്കുന്ന അനേകം സാധകരെ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് യോഗവിദ്യയും നമ്മൾ കാണേണ്ടത്. ആദ്യം ബേസിക് ആയിട്ടുള്ളൊരു നോളജ് യോഗയെക്കുറിച്ച് നമുക്കുണ്ടാവണം. ഒരു മിനിമം ഒരു 3 മാസമെങ്കിലും ഏതെങ്കിലും ഗുരുക്കന്മാരുടെ കൂടെ യോഗ പഠിച്ചിട്ടുള്ള, യോഗ ആധികാരികമായിട്ട് ആചാര്യന്മാരുടെ കൂടെ നിന്ന് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഗുരുക്കന്മാരുടെ കൂടെ മിനിമം 90 ദിവസമെങ്കിലും സാധന ചെയ്തിട്ടുള്ളവർക്കാണ് ഒരു യോഗ ടീച്ചറാകുവാനുള്ള മിനിമം യോഗ്യതയായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ നിരവധി യോഗ അധ്യാപകരുണ്ട്. 10 ദിവസം കൊണ്ടും 1 മാസം കൊണ്ടൊക്കെ യോഗ പഠിപ്പിക്കുന്നവർ. അവരുടെ അനുഭവങ്ങൾ സീനിയറായിട്ടുള്ള പല ആചാര്യന്മാരും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ആരോടും എവിടെയൊന്നും പറയണമെന്നില്ല. പക്ഷേ വളരെ യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു യോഗ ക്ലാസ്സിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്തു. ആൾ 4 വർഷമായി പഠിപ്പിക്കുന്ന ആളാണ്. പഠിച്ചത് ഇതേപോലെ കുറച്ച് ദിവസം ഒരു ആളുടെ അടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞു. ആ പഠിപ്പിക്കുന്ന ആ രീതികൾ യഥാർത്ഥ യോഗവിദ്യയുമായിട്ട് ബന്ധമില്ല എന്ന് തന്നെ പറയാം. എന്നുവെച്ചാൽ ലഹരി ഉപയോഗിക്കണം, അത് നല്ലതാണ്, ആൾ ഉപയോഗിക്കുന്നുണ്ട്. മദ്യമായാലും അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അവിടെയൊക്കെ ഒരു നിയന്ത്രണം നമുക്ക് തന്നെ, എഡിറ്റ് ആവരുത്. നമ്മൾ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ ഉപയോഗിക്കാം എന്നാണ് ആൾ പറയണത്. അതേപോലെ തന്നെ പ്രാണായാമ രീതികളിലുള്ള വൈകൃതങ്ങൾ, അതിൻ്റെ ഹോൾഡിംഗ് സമ്പ്രദായത്തിലുണ്ടാകുന്ന അപാകതകൾ, വളരെ ദോഷമുണ്ടാക്കുന്ന രീതിയിൽ വരുന്ന ആളുകൾക്ക് ക്ലാസ് എടുക്കുന്ന രീതി ഇന്ന് ഒരാളുടെ അടുത്തല്ല, പല യോഗാധ്യാപകരാണെന്ന് പറയുന്നവരും ക്ലാസ്സുകളിൽ പ്രാവർത്തികമാക്കി കാണുന്നുണ്ട്. ബേസിക്കായിട്ട് ഒരു ആചാര്യൻ്റെ അടുത്തൊരു വിദ്യ പഠിച്ച് ഒരു 3 മാസം പ്രാക്ടീസ് ചെയ്തിട്ട് അതിന് ശേഷം TTC എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നുള്ളൊരു അഭിപ്രായമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ആ ഒരു TTC യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, ഒരു ബേസിക് യോഗ എന്താണെന്നും അതിൻ്റെ ആധികാരികമായിട്ടുള്ള അതിൻ്റെ ചരിത്രവും അത് ചെയ്താലുള്ള ഗുണങ്ങളും അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആർക്കൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു അറിവ്, ഒരു ബേസിക് നോളജ് ഇല്ലാതെ ഈ വിദ്യ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ
വളരെയധികം ദോഷമായിട്ടാണ് ഈ പഠിക്കാൻ വരുന്ന ആളുകൾക്കും സമൂഹത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശവും വളരെ നെഗറ്റീവാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ടും പറയേണ്ടതായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത്, ഈ വിഷയം പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ യോഗ ചാനലുകളിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. പക്ഷെ ഇത് വളരെ മാനസിക വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഈ വിദ്യ പ്രചരിപ്പിക്കുന്ന ഇവരെ ഈ വിദ്യ പഠിക്കുക. ഏത് വിദ്യ ആയാലും ഇപ്പം എല്ലാവർക്കും എല്ലാം അറിയണം എന്നില്ലല്ലോ. ഇപ്പോൾ എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റണത് എന്താണെന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ വളരെ അധികം 25 വർഷത്തിലധികമായിട്ട് ഈ വിദ്യയിൽ മാത്രം നിൽക്കുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറയണതാണ്. മറ്റുള്ള ഒരു വിഷയവും നമുക്കറിയില്ല. അതേപോലെ തന്നെ നമുക്കറിയുന്ന ഒരു വിഷയം അത് മാക്സിമം ആ വിഷയം ആഴത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങുക. അല്ലാത്ത വിഷയങ്ങൾ പഠിപ്പിക്കാൻ അതിരിക്കുക നല്ലത്. ഇപ്പം ഞാൻ വാദ്യ വിഷയങ്ങൾ ഒരുപാട് കൊല്ലങ്ങൾ പഠിച്ചിട്ടുണ്ട്, കൊല്ലങ്ങളോളം പഠിച്ചിട്ടുണ്ട്. ചെണ്ട, അതുപോലെ തിമില, ഇടയ്ക്ക, പ്രൊഫഷണലായിട്ട് പഞ്ചവാദ്യങ്ങൾക്കും മേളങ്ങൾക്കും ഒക്കെ പോയിട്ടുണ്ട് നിരവധി വർഷങ്ങളോളം. ഞാൻ യോഗ പഠിപ്പിക്കാനും അല്ലെങ്കിൽ മുഴുവൻ സമയം യോഗയിലേക്ക് ഇറങ്ങുന്നതിൻ്റെയും കുറേ വർഷങ്ങൾക്ക് മുൻപ് വാദ്യ വിഷയങ്ങളിൽ വളരെ സജീവമായിട്ട് നിന്നിട്ടുണ്ട്. എന്നാലും ഞാനിപ്പോൾ അതൊരു തിമിലയോ അല്ലെങ്കിൽ ചെണ്ടയോ ഞാൻ ആധികാരികമായിട്ട് ഞാനായിട്ട് പഠിപ്പിക്കുന്നില്ല. മുന്നേ പഠിപ്പിച്ച് ഒരുപാട് അരങ്ങേറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല. കാരണം ഇപ്പം ഞാനതിൽ അതിൽ മാത്രമായിട്ട് അങ്ങനെ ഇറങ്ങി നിൽക്കുന്ന അല്ലാത്തത് കൊണ്ടാണ് ആ വിദ്യ അങ്ങനെ പഠിപ്പിക്കാൻ ഇറങ്ങാത്തത്. യോഗയിലേക്ക് മുഴുവൻ സമയം ഇറങ്ങി യോഗ മാത്രമായിട്ടുള്ളൊരു ജീവിതമായിട്ട് നടക്കുമ്പോൾ എനിക്കത് അത്രയും കോൺഫിഡൻസ് ഉണ്ട് യോഗവിദ്യ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. അതുകൊണ്ടാണ് യോഗവിദ്യയിലേക്ക് മാത്രം. മറ്റുള്ളതെല്ലാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് വേറെ ആളെ കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഒരു മേൽനോട്ടം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുപോലെ ആയുർവേദം എത്ര വർഷത്തെ എക്സ്പീരിയൻസാണ്. 12 കൊല്ലത്തോളം ആയുർവേദ ചികിത്സ മാത്രമായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്, ആയുർവേദ ഡിപ്ലോമ പഠിച്ചിട്ട്. പക്ഷെ ആയുർവേദം ഞാൻ പഠിപ്പിക്കാനൊന്നും ഒരുങ്ങുന്നില്ല. അതുപോലെ പല കാര്യങ്ങളും പല വിദ്യകളും പഠിച്ചിട്ടുണ്ടെങ്കിലും യോഗ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നത്. ആ വിദ്യ അത്രയധികം പഠിച്ചിട്ടുണ്ട്, അത്രയധികം ഗുരുക്കന്മാരുടെ കൂടെ നിന്നിട്ടുണ്ട്, അത് പഠിപ്പിച്ചിട്ടുള്ള പരിചയമുണ്ട്. അതിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സാധനയും മുടങ്ങാതെ ചെയ്യുന്നുണ്ട്. പല പല യോഗാ സെൻറ്ററുകളിലും നമ്മൾ പ്രാക്ടീസിനും പോകാറുണ്ട്. പക്ഷെ നമ്മൾ ചില സെൻറ്ററിൽ ചെല്ലുമ്പോൾ കാണുന്ന രീതി യോഗവിദ്യ വളരെ മോശമായ രീതിയിലുള്ളൊരു സന്ദേശം കൊടുക്കുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ കീഴിൽ നിന്നിട്ട് ഒരു 3 മാസമെങ്കിലും പ്രാക്ടീസ് ഡെയിലി നമ്മൾ ചെയ്യണം. അതിനുശേഷമാണ് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്യാൻ പാടുള്ളൂ. ആ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് മിനിമം 1 വർഷമെങ്കിലും ഉണ്ടാവണം എന്നാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതും ഒരു 90 ദിവസമായാലും കുഴപ്പമില്ല. ചുരുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു 3 മാസം സ്ഥിരമായി പഠിച്ച് അടുത്തൊരു മാസം കൊണ്ട് യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സൊക്കെ കഴിഞ്ഞാലും പഠിക്കുന്നതിൻ്റെ കൂടെ പഠിക്കും കൂടി ചെയ്യുന്നൊരു മനസ്സുണ്ടെങ്കിലേ അത് എപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. നിരന്തരം നമ്മൾ സെൽഫ് സ്റ്റഡി വെച്ചാൽ നമ്മളെ തന്നെ നിരീക്ഷിച്ച് ശുദ്ധീകരിച്ച് കൊണ്ടുപോകുക തന്നെ വേണം. അത് സ്വാധ്യായം എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, യമനിയമങ്ങളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് വേണം ആസനാസം പ്രാണായാമമൊക്കെ ചെറിയ രീതിയിലേക്ക് തുടങ്ങി അഷ്ടാംഗ മാർഗങ്ങൾ, അഷ്ടാംഗ യോഗയൊക്കെ പഠിച്ച് പിന്നെ അതിലെ ആസനങ്ങളെടുത്ത് ആസനങ്ങളുടെ ഭാഗം മാത്രമായിട്ട് ഇപ്പോൾ വിന്യാസ യോഗ, പവർ യോഗ, അങ്ങനെ പല പല പേരുകളിൽ, ഇപ്പോൾ ഏരിയൽ യോഗ, ഫേസ് യോഗ എന്നൊക്കെ പറഞ്ഞ് നിരവധി യോഗകളുണ്ട്. അങ്ങനെ പേരുകൾ പറഞ്ഞിട്ട് അതൊക്കെ ഒരു ബേസിക്കായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്ത് യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞ് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് നിങ്ങൾ പഠിപ്പിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ആദ്യം തന്നെ ഏരിയൽ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ്, ഫേസ് യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അതിലേക്ക് പോയിട്ട് ജോയിൻ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഫേസ് യോഗ ടീച്ചറായി. ബേസിക്കായിട്ട് യോഗ എന്താണെന്ന് അറിയാതെ മറ്റുള്ള ഓരോ പേരുകളിലുള്ള യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് നടത്തി അത് പഠിച്ച് അത് പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ അടുത്ത് നമ്മൾ എന്താണ് യോഗ എന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയില്ല. ഫേസ് യോഗ എന്ന് പറയുമ്പോൾ ഫേസിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ചലനങ്ങളൊക്കെ കൊടുത്ത് നല്ലതാണ്, ഇതൊക്കെ എല്ലാം നല്ലതാണ്. വിന്യാസ യോഗയും നല്ലതാണ്, പവർ യോഗയും നല്ലതാണ്. അല്ലെങ്കിൽ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് അവിടെയൊക്കെ മസാജ് പോലെ അല്ലെങ്കിൽ ചെറിയ ചലനങ്ങൾ കൊടുത്ത് അവിടേക്ക് സർക്കുലേഷനൊക്കെ കൂട്ടി അവിടേക്കൊക്കെ നമ്മുടെ ശ്രദ്ധയെ നിലനിർത്തിക്കൊണ്ട് അവിടെ ഒരു പ്രത്യേക ചൈതന്യം വരും. നമ്മളെവിടെയാണോ ശ്രദ്ധിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത്,
ആ ഫോക്കസ് ചെയ്യുന്ന ഭാഗത്തിന് എന്തായാലും ഒരു പ്രത്യേകത വരുമല്ലോ. ഫോളോ വൺ കോഴ്സ് അൺടിൽ സക്സസ് എന്നാണ് പറയുക. ആ ഒരേ ഒരു കാര്യത്തിലേക്ക് എന്തിലേക്കാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആ ഫോക്കസ് ചെയ്യുന്നതിലേക്ക് നമ്മൾ എന്ത് വേണമെങ്കിലും അതിലേക്ക് ഇതാക്കാം, നല്ലതായാലും ചീത്തയായാലും അത് നമ്മൾ സക്സസ് ആവുന്നത് വരെ അതിലേക്ക് ഇങ്ങനെ ഫോളോ വൺ കോഴ്സ് എന്ന് പറയാം. ഒരേ ഒരു കാര്യം അൺടിൽ സക്സസ് ആവുന്നത് വരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ ടോപ്പ് ലെവലാവും എന്നാണ് പറയാം. അപ്പോൾ നമ്മൾക്ക് അതും ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഫേസ് യോഗ, ഏരിയൽ യോഗ, പവർ യോഗ, വിന്യാസ യോഗ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിരവധി യോഗകളുണ്ട് എങ്കിൽ അതൊക്കെ ചെയ്ത് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് ഒരു യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യണം. ആ യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്നതിന് മുൻപ് ഒരു 3 മാസമെങ്കിലും യോഗ ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഓൺലൈനിൽ കാണുന്ന പ്ലാറ്റ്ഫോമിൽ യോഗ ടീച്ചർ ആകാം, ഉടഞ്ഞെക്കി അതങ്ങോട്ട് ചെയ്തു 10 ദിവസം കൊണ്ട് യോഗ ടീച്ചറാവാം, ഒരാഴ്ച കൊണ്ട് യോഗ ടീച്ചറാവാം, 3 ദിവസം കൊണ്ട് കുണ്ടലിനി ഉണർത്തിത്തരാം. അതിലൊന്നും ചെന്ന് ദയവ് ചെയ്തിട്ട് ഒരാളും ഈ തട്ടിപ്പിൽ ചെന്ന് വീഴരുത്. അതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കുണ്ടലിനി ഉണർത്താനൊന്നും പറ്റില്ല. കുണ്ടലിനി എനർജിനെ ഉണർത്താൻ ചിലപ്പോൾ ഒരൊറ്റ സെക്കൻഡ് മതിയായിരിക്കും. അതൊന്നും നമുക്ക് അറിയുന്ന വിഷയമല്ല. അതൊക്കെ ആചാര്യന്മാർക്ക് മാത്രം അറിയുന്ന വിഷയമാണ്. ഒരൊറ്റ സെക്കൻഡാണ് ചിലപ്പോൾ അതിനൊക്കെ വേണ്ടി വരുള്ളൂ. 3 ദിവസം പോലും വേണ്ടി വരില്ല. പക്ഷെ അതൊന്നും ആൾക്കാരെ കാണാതെ ഏത് വ്യക്തികളാണ്, ഏത് സാഹചര്യങ്ങളാണ് എന്നും അറിയാതെ നമ്മൾ പരസ്യം ചെയ്ത് 3 ദിവസം കൊണ്ട് എല്ലാവരുടെയും കുണ്ടലിനെ അങ്ങോട്ട് ഉയർത്തിത്തരാമെന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പിലൊന്നും ആരും ചെന്ന് വീഴരുത്. അത് പ്രചരിപ്പിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം അങ്ങനെ ഒന്നും പറ്റുന്ന സംഭവമല്ല ഇതൊന്നും. അതൊക്കെ നിരവധി കൊല്ലങ്ങളോളം ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്നതായിരിക്കാം കേട്ടോ. നിരവധി വർഷങ്ങളുടെ പരിചയം കൊണ്ട് നമ്മൾ, നിരവധി വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ നിരവധി ജന്മങ്ങളുടെ പരിചയം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത് ജനിച്ചപ്പോൾ തന്നെ ചിലപ്പോൾ കുണ്ടലിന് ഉണർന്നവരൊക്കെ ഉണ്ടാവാം. ജന്മനാ യോഗിയായിട്ട് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ അതുമാത്രമല്ല, പറഞ്ഞു കേൾക്കുക മാത്രമല്ല, ഭഗവാൻ കൃഷ്ണൻ്റെ ചരിത്രങ്ങളും ഭഗവാൻ കൃഷ്ണൻ്റെ ഭഗവത്ഗീത പോലെയുള്ള അതുപോലെയുള്ള സന്ദേശങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഭഗവാൻ കൃഷ്ണൻ ജന്മനാ യോഗി തന്നെയായിരുന്നു മനസ്സിലാവും. പിന്നെ എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളുടെ ഇടയിൽ മാത്രം ജീവിച്ച് മുഖത്തെ പുഞ്ചിരി മായാതെ കാത്തു സൂക്ഷിച്ചതാണ് ഭഗവാൻ കൃഷ്ണനൊക്കെ. കാരാഗ്രഹത്തിൽ ജനിച്ച് സ്വന്തം അമ്മയിൽ നിന്ന് അപ്പം തന്നെ വേർപെട്ട് വേറൊരു അമ്മയുടെ കൂടെ വളർന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് അവസാന നിമിഷം വരെ കഷ്ടപ്പാട് മാത്രമേ ഭഗവാൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പാണ്ഡവരുടെ കൂടെ നിന്ന് യുദ്ധം ജയിച്ച് നോക്കുമ്പോൾ ആ ഗാന്ധാരി കണ്ണ് തുറന്ന് ശപിക്കുന്നതും ദ്വാരക മുങ്ങി പോകണതും വേടൻ്റെ അമ്പ് ഇതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ മരണം വരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഓരോ സമയത്തും പ്രതിസന്ധികളിലും ഭഗവാൻ എങ്ങനെയാണ് മുഖത്തെ പുഞ്ചിരി മായാതെ അതിനെ മാനേജ് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യണോ എന്നുള്ളത് മാത്രമാണ് ഒരു യോഗി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ ഈ വിദ്യ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങൾ മുഴുവൻ മാറുമൊന്നുമില്ല. പക്ഷെ പ്രശ്നങ്ങളുടെ ഇടയിൽ നമുക്ക് എങ്ങനെ നിലനിൽക്കാൻ പറ്റും പ്രസന്നതയോട് കൂടിയിട്ട്, അത്രമാത്രം നോക്കിയാൽ മതി. പക്ഷെ ഇപ്പോൾ ഈ പ്രചരിപ്പിക്കുന്നതെല്ലാം തെറ്റ് എന്നല്ല, പക്ഷെ അത് മാത്രമായിട്ട് പ്രചരിപ്പിക്കുമ്പോൾ അതിലൊരു തെറ്റുണ്ട്, ഒരു തെറ്റായിട്ടുള്ള സന്ദേശമുണ്ട്. ചിലപ്പോൾ അത് പ്രചരിപ്പിക്കുന്നവർ ആ ഒരു നല്ല ഉദ്ദേശത്തിലായിരിക്കാം, പക്ഷേ പഠിക്കാൻ വരുന്നവരും അത് എടുക്കാൻ വരുന്നവരും അതിന് വേറൊരു രീതിയിലേക്ക് എടുത്ത് അവർ വർഷങ്ങളോളം തെറ്റായ രീതിയിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് യോഗവിദ്യയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ലഹരി സാധനങ്ങളുടെയൊക്കെ പരിപൂർണമായിട്ടുള്ള നിരോധനം തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. ലഹരി സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ യോഗ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കിട്ടുന്ന ഒരു ലഹരിയുണ്ട്. അത് മറ്റുള്ള ലഹരി കിട്ടുന്നതിനേക്കാൾ സുഖമായിട്ടുള്ള ലഹരിയാണ്, നിലനിൽക്കുന്ന ലഹരിയാണ്, ആനന്ദ ലഹരിയാണ്. അത് മെഡിറ്റേഷനിലൂടെയും പ്രാണായാമത്തിലൂടെയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുമ്പോൾ ഈ യോഗാസാധകരെ മദ്യം ഉപയോഗിക്കാം, അത് തെറ്റല്ല, അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഉപയോഗിക്കാം, അതൊന്നും തെറ്റല്ല, അവിടെയൊക്കെ നമ്മളൊരു നിയന്ത്രണം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സന്ദേശമുണ്ട്. അതൊക്കെ വളരെയധികം തെറ്റ് തന്നെയാണ്, തെറ്റായ സന്ദേശം തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യണം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരായാലും യോഗ ടീച്ചർ ആദ്യം ആരും ആവാൻ നോക്കണ്ട. ആദ്യം യോഗ ഏതെങ്കിലും നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് പഠിക്കുക. ഒരു 3 മാസമെങ്കിലും നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് താല്പര്യം ഉണ്ടോ നോക്കുക, നമുക്ക് പറ്റുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ മാത്രമാണ് യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
എന്നിട്ട് യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പോൾ ഫേസ് യോഗയോ ഏരിയൽ യോഗയോ പവർ യോഗയോ വിന്യാസ യോഗയോ, അല്ലെങ്കിൽ അതിലൂടെ ഇഷ്ടമുള്ള കോഴ്സുകളിലൂടെ നമ്മൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ട്രെയിനറായിട്ട് അത് പ്രചരിപ്പിക്കാം. യാതൊരുവിധ പ്രശ്നവുമില്ല. ആ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഗുരു അല്ലെങ്കിൽ ഒരു ആധികാരികമായിട്ട് ഒരു ഗുരു പരമ്പരകളുടെ അനുഗ്രഹത്താൽ നമ്മൾ ഈ വിദ്യ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സന്ദേശം ഒരു ധർമ്മത്തിൻ്റെ സന്ദേശം നല്ലതായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായ രീതിയിലേക്ക് സന്ദേശം കൊടുക്കുക, ശരിയായ രീതിയിൽ കുറേ പേര് സന്ദേശം കൊടുക്കുക, കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊന്നും അറിയില്ല. ഈ സോഷ്യൽ മീഡിയകളിൽ കാണുന്നു, അതിൽ പ്രചരിപ്പിക്കണം, അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് എല്ലാവരും ഈ വിദ്യയുടെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. വരുന്ന ജൂൺ 21 എല്ലാ സെൻറ്ററുകളിലും എന്തെങ്കിലും ചെറിയ യോഗ റിലേറ്റഡ് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടത്തുക. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. എന്തെങ്കിലും സംശയങ്ങൾ യോഗ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇതിൽ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. നല്ല കമൻസുകൾ അതിൽ ഇടുകയാണെങ്കിൽ, ചോദ്യങ്ങൾ ഇടുകയാണെങ്കിൽ അതിലും നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് മറുപടി തരാം. കമൻസിനെല്ലാം ടൈപ്പ് ചെയ്തിട്ടുള്ളൊരു മെസ്സേജ് റിപ്ലൈ ദയവ് ചെയ്ത് ആരും പ്രതീക്ഷിക്കരുത്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമുക്ക് വിശദീകരണം ഒരു പരിധി വരെ നമുക്ക് പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഒരു റിപ്ലൈ തന്നാലും അതിനെ ഏത് രീതിയിലാണ് മനസ്സിലാക്കണത് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം നമ്മുടെ ചിത്തം എങ്ങനെയാണോ സ്റ്റോർ ചെയ്തിരിക്കണേ ആ രീതി വെച്ചിട്ടാണ് ആദ്യം നമ്മളതിനെ കാണുള്ളൂ. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും യോഗ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ചോദിച്ചോളൂ. വളരെ നിങ്ങൾക്ക് തൃപ്തിയാകുന്ന രീതിയിലുള്ളൊരു മറുപടി ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാരെ ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ടെങ്കിൽ ഞാൻ മറുപടി അതിന് തന്നിരിക്കും. അല്ലെങ്കിൽ ആ ഗുരുക്കന്മാരെ ഞാൻ ഗൈഡ് ചെയ്യും. ഇന്ന ആളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും എന്ന് ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയമുള്ള യോഗ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. അതുപോലെ ശ്രീ ഗുരു യോഗവിദ്യ ഗുരുകുലം യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ യോഗ അലയൻസ് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് അഫിലിയേഷനുള്ള സ്ഥാപനമാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റുകളും കൊടുക്കുന്നുണ്ട്. പ്രൊഫഷണൽ യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ജഡ്ജസ് ട്രെയിനിങ് കോഴ്സ് കോമ്പറ്റീഷനൊക്കെ നടത്താൻ വേണ്ടി, യോഗാസന കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടി മാത്രമായിട്ട് അവർക്ക് ഉള്ള പരിശീലനത്തിൻ്റെ ജഡ്ജസ് ട്രെയിനിങ് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഇൻ്റർനാഷണൽ യോഗാ ദിനത്തിൻ്റെ ആശംസകൾ അറിയിച്ച് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.